സാന്ദ്രാസ് ലിറ്റിൽ വൈറ്റ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡിലെ സാരിയുടെ വിത്ത് ബ്ലൗസിലാണ് കേട്ടോ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബ്ലൗസ് ബിറ്റ്. അപ്പോൾ ഇതാ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് വെച്ചിട്ടും പിന്നെ യെല്ലോ കളറ് ട്യൂബ് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ബാക്ക് നെക്കാണ് ഇത്. ഇപ്പോൾ ഫ്രെയിമിലെല്ലാം ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യത്തെ ലെയർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കറക്റ്റ് ലൈനിൽ. അപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്യാത്തത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാത്തത്. അതേസമയം മറ്റൊരാളാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തേനെ. നമ്മൾ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്തത്. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഞാൻ കട്ട് ബീഡ് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു യെല്ലോ ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു യെല്ലോ അല്ല, പക്ഷെ ആ ഒരു യെല്ലോ നമുക്ക് കിട്ടാൻ ചാൻസസ് ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു യെല്ലോ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും 2 mm ബീഡ് വെച്ചിട്ടാണ് സെക്കൻഡ് ലെയർ കൊടുക്കാറ്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കട്ട് ബീഡ് വെച്ചത് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ലെയറും ഇപ്പോൾ ഇത് രണ്ടിലും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സൈഡിൽ നമ്മൾ പിന്നു കുത്തുന്ന സൈഡ് ആയതുകൊണ്ടാണ് ഒരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത സമയത്ത് നമ്മൾ പിന്നു കുത്തുമ്പോഴത്തേന് ഹാൻഡ് വർക്ക് കയറി കുടുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ഹാൻഡ് വർക്ക് ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ മൂന്നാമത്തെ ലെയറും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തെടുത്തു കേട്ടോ. നമ്മുടെ എക്സ്പീരിയൻസ് കുറവ് കൊണ്ടാണ് കേട്ടോ മുത്തിങ്ങനെ തെറിച്ച് പോകുന്നത്. സ്ഥിരം ചെയ്താൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലുള്ള ഐ ഷേപ്പിലുള്ള ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതാ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ട്. ഇതേപോലെ ബ്ലൗസിൻ്റെ ആ നെക്ക് ഫുള്ള് നമ്മൾ ക്ലിപ്പ് സ്റ്റോൺ വെച്ചേക്കണം. അപ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ ഡിപ്തുള്ളൊരു നെക്കാണ് കേട്ടോ. ഗം ഉപയോഗിച്ചേക്കുന്നത് 7000ൻ്റെ ഗമ്മാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. നല്ല ക്ലിപ്പ് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അത് ബെറ്ററാണ്. ഇതേ രീതിയിൽ ഫുള്ള് നെക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. ബാക്ക് നെക്ക്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് നോക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ റൈറ്റ് സൈഡിൽ ആദ്യം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഷുഗർ ബീഡ്സ്, പിന്നെ കട്ട് ബീഡ്സ്, പിന്നെ ഷുഗർ ബീഡ്സ്, പിന്നെയാണ് നമ്മുടെ കുന്തൻ സ്റ്റോൺ വരുന്നത്.
അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലീവ്സ് നോക്കാം. സ്ലീവ്സിൽ ഓൾറെഡി ബോർഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോർഡർ രണ്ട് സൈഡും ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഷുഗർ ബീഡ്സ്, പിന്നെ കട്ട് ബീഡ്, പിന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ നമ്മുടെ ആ കുന്തൻ സ്റ്റോൺ, പിന്നെ നടുക്ക് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഹാൻഡ് വർക്ക്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹാൻഡ് വർക്കാണ്. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ ബാക്കിലാണ് കേട്ടോ ഹൂക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ, ഒന്ന് ട്രൈ ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.